ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. എന്താണ് വിശേഷങ്ങൾ? സുഖമല്ലേ? പുതിയൊരാഴ്ച തുടങ്ങുകയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് 2024 ഏപ്രിൽ 29 തിങ്കളാഴ്ചയാണ്. ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. സോ നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥ വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ മോർണിംഗ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ട്രേഡിങ്ങിൽ നമ്മൾ നഷ്ടമുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരുപാട് കാരണങ്ങൾ പറയുമല്ലേ. പലതും എനിക്ക് അങ്ങനെയായിരുന്നു, മാർക്കറ്റിൽ ക്രാഷ് ആയിരുന്നു, പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ടെർമിനൽ ബ്ലോക്കായി, എന്തൊക്കെ പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കുന്നവരോടും ചോദിക്കാത്തവരോടും പറയും എനിക്ക് ഇത്ര കാശ് പോയത് വെറുതെ ആ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു, എക്സ്ചേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ. നിങ്ങൾ പറയുന്ന മറുപടി ആർക്കും കേൾക്കണ്ട, ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. അവർ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കാശ് ഉണ്ടാക്കിയോ ഇല്ലയോ? യെസ് എന്നാണ്, ഞാൻ കാശുണ്ടാക്കി, യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. നോ എന്നാണ് എങ്കിൽ എനിക്ക് കാശ് കിട്ടിയില്ല, എൻ്റെ കാശ് പോയി എന്നാണെങ്കിൽ നിങ്ങളെ കേൾക്കാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ ഒരു മനുഷ്യനുണ്ടാവില്ല. സോ ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇവിടെ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതോ എനിക്ക് കാശ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ കണ്ടിന്യൂസ്ലി എന്ന ഒറ്റ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടി, അതിനുള്ള 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം ചികഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അനലൈസ് ചെയ്ത് വെച്ചോളൂ. പക്ഷേ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ: കാശുണ്ടാക്കിയോ ഇല്ലയോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. കാശുണ്ടാക്കി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ തേടി നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. നാട്ടുകാരുടെ അംഗീകാരമായാലും വീട്ടുകാരുടേതായാലും ഇനി ഏത് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലെത്തിയാലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന നിമിഷത്തിൽ നല്ല അംഗീകാരം നിങ്ങളെ തേടി വരും. പക്ഷേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്: നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് കാശുണ്ടാക്കിയോ ഇല്ലയോ? ഇതിനുള്ള ഉത്തരം നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇല്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് എന്ന അടുത്ത ചോദ്യം ചോദിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക. കാശുണ്ടാക്കി എന്നാണ് ഉത്തരമെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഒരു നല്ല ദിവസത്തേക്ക് ഈ ചിന്തയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇനി പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് NSEയുടെ ഇന്നല്ല, ഇത് ശരിക്കും 26-ാം തീയതി സ്റ്റാർട്ടായിട്ടുണ്ട്. NSEയുടെ ലോട്ട് സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി 50-ൽ അത് 50 ക്വാണ്ടിറ്റി ആയിരുന്നു, അത് 25 മാറിയിട്ടുണ്ട്. നിഫ്റ്റി 25 ആയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 75 ഉണ്ടായിരുന്നു, 50 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ NSE എന്താ പറയുക, ലിക്വിഡിറ്റി കൂട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ ഗവേഷണം നടത്തി അതിന് വേണ്ട മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ടും ആൾക്കാർക്ക് ഇനി നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ദെൻ ഐഡിയയുടെ ഒരു മെയിൻ 2.87% ഹോൾഡ് ചെയ്യുന്ന ATC ടെലികോം അവരുടെ സ്റ്റോക്കെല്ലാം തന്നെ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. 12 രൂപ 78 പൈസക്കാണ് അവരുടെ സ്റ്റോക്കുകൾ. ഏകദേശം 144 കോടി സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിലാണ് അവർ വിറ്റത്. HCL ടെക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 3986 കോടി രൂപയാണ് Q4 വന്നിരിക്കുന്നത്. അതായത് Q3 ഉണ്ടായിരുന്നതിനേക്കാളും 8.4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. SBI ലൈഫ് ഇൻഷുറൻസ് നെറ്റ് പ്രോഫിറ്റ് 810 കോടിയാണ് വന്നിരിക്കുന്നത്. 4.4% കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ ഉണ്ടായതിനേക്കാളും 4.4% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ICICI ബാങ്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റ് 10,707 കോടിയാണ് Q4 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും 17.4% ഗ്രോത്താണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഈ ആഴ്ചയിൽ 4 കമ്പനീസിൻ്റെ IPOs വരുന്നുണ്ട്. അതുപോലെ ഏതാനും കമ്പനികൾ ലിസ്റ്റിംഗ് IPO എല്ലാം സബ്സ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞ് ലിസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന 5 കമ്പനികളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച ഒരു സംഭവ ബഹുലമായ ആഴ്ചയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ RBL ബാങ്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റ് 353 കോടി രൂപ Q4 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നതിനേക്കാളും 30% ഗ്രോത്താണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് ഈ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 724 കോടിയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാളും 9.8% കുറവാണ്
രേഖപ്പെടുത്തിയിട്ടുള്ളത്. IRCON ഇൻ്റർനാഷണൽ, ഇത് ഒരു ദിനേശ് ചന്ദ്ര ആർ അഗ്രവാൾ ഇൻഫ്രാകോൺ എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട് IRCON. അവർക്ക് ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ 1198 കോടിയുടെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ദെൻ യെസ് ബാങ്ക് നോ ബാങ്ക് ആകുമോ എന്നുള്ളത് അറിയാൻ പോവുകയാണ്. അവരുടെ 123% കഴിഞ്ഞ വർഷത്തിലെ Q4 123% വർധനമാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് 452 കോടിയാണ്. എന്തായാലും യെസ് ബാങ്ക് ആയിട്ട് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ്, അവരുടെ ഒരു ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 302 കോടി രൂപയുടെ ഒരു ലോസാണ് Q4 അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. IREDA അവർക്ക് നവരത്ന സ്റ്റാറ്റസ് ആ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് IREDA ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ABFRL ആദിത്യ ബിർള ഫാഷൻസിൻ്റെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 208 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാളും 53.7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാരുതി അവരുടെ നെറ്റ് പ്രോഫിറ്റ് 3878 കോടിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാളും 47.8% വർധനവാണ് മാരുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി ഗ്രീനിലാണ്, സൂപ്പർ ബുള്ളിഷാണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിക്കി 306 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് ചൈനയുടെ 366 പോയിന്റ് ഗ്രീനിലാണ്. ഷങ്കായ് കമ്പോസിറ്റ് 35 പോയിന്റ് ഗ്രീനിലാണ്. STI മാത്രമാണ് ഒരു 14 പോയിന്റ് റെഡിലുള്ളത്. കോസ്പി 19 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,365 ഇന്ന് ഓപ്പൺ ആയത് 4 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 22,369 ഇന്ന് ഓപ്പൺ ആയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,569 ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഒരു 199 പോയിൻറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,642 ഡേ ലോ 22,345 ഹൈ വോളാറ്റൈലായിട്ടാണ് മാർക്കറ്റ് കാണപ്പെടുന്നത്. കാരണം 365 ഓപ്പൺ ആയിട്ട് 315 അത് ഇറങ്ങിപ്പോയി, 50 പോയിന്റ് താഴോട്ട് പോയി. ദെൻ അവിടുന്ന് സ്ട്രൈറ്റ് കയറി വന്നിട്ട് 315 565 വരിക എന്ന് പറഞ്ഞാൽ 250 പോയിന്റോളം തിരിച്ച് കയറി വന്നിട്ടുണ്ട്. സോ നല്ല വൊളാറ്റൈലായിട്ടാണ് മാർക്കറ്റ് കാണപ്പെടുന്നത്. നോക്കാം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ലൈവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ USA ഡെലാസ് ഫെഡ് മാനുഫാക്ചറിങ് ഇന്ന് വരുന്ന ഗ്ലോബൽ ഈവൻസ് ആണ്, റിസൾട്ടുകളല്ല, ഗ്ലോബൽ ഈവൻസിൽ USA ഡെലാസ് ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, ബ്രസീൽ BCB ഫോക്കസ് മാർക്കറ്റ് റീഡ് ഔട്ട്, യൂറോ ഏരിയ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ KPIT ടെക്നോളജീസ്, പൂനവാല ഫിൻകോർപ്പ്, ജില്ലറ്റ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ഹൗസിംഗ് ഫിനാൻസ്, ബിർള സോഫ്റ്റ്, KFin ടെക്നോളജീസ്, ക്യാൻഫിൻ ഹോംസ്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, റൊസാരി ബയോടെക്, LG ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ്, ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻസ്, സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക്, ഓറം പ്രോപ്ടെക്, എഡർ, ഫ്രണ്ട്ടെക്, കോസ്റ്റ് ക്യാപിറ്റൽ മാർക്ക്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. FNO ബാനിലെത്തിയിരിക്കുന്നത് ഐഡിയ മാത്രമാണ്. ഐഡിയയുടെ അത്രയും ഹെവി വോളിയമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ട്രേഡിംഗ് നടന്നത്. അപ്പം മാർക്കറ്റ് വൈഡ് പൊസിഷൻ 95% എത്തിക്കഴിഞ്ഞാൽ NSE ആ സ്റ്റോക്കിനെ FNO ട്രേഡിങ്ങിൽ നിന്നും ബാൻ ചെയ്യും. ദെൻ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,909 കോടിയുടെ ബൈങ്ങും 17,318 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,408 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,475 കോടിയുടെ ബൈങ്ങും 10,118 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 4,356 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 947 കോടിയുടെ നെറ്റ് ബൈങ് ആണ്
ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച നടന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൈഡിൽ നിന്ന്. മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 36,933 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 42,055 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തി. അതുവഴി 5,131 കോടി രൂപയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് ഡാറ്റകൾ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 22,620 ഓപ്പൺ ആയിട്ട് 200 പോയിന്റ് നഷ്ടത്തിൽ 22,420 ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് വെള്ളിയാഴ്ചത്തത് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിരുന്നു. ഇനി വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 81 പോയിന്റിൻ്റെ ലാഭമാണ്. അതേസമയത്ത് ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റിയിൽ 35 പോയിന്റിന് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്നലെ അതായത് വെള്ളിയാഴ്ച നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. ഇന്ന് വരാൻ പോകുന്നത് നിഫ്റ്റിയിൽ നോർമൽ CPR ആണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 10.93 പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ ഹയസ്റ്റ് പുട്ട് കോൾ റേഷ്യോ 0.76 ഒരു ബെയറിഷ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് മോഡിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോയിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടത്തിയിരിക്കുന്നത് 22,500 69 ലക്ഷം കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. പുട്ടിലാണെങ്കിൽ 22,000 കോൾ റേറ്റിംഗ് ആണ് 22,000 പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത്. 48 ലക്ഷം പുട്ടാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. കോളാണ് കൂടുതലുള്ളത്. മാർക്കറ്റിനെ നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുപോകാനാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി മിനിഞ്ഞാന്ന് ക്ലോസ് ചെയ്തത് 365 പോയിന്റ് നഷ്ടത്തിലായിരുന്നു. ഫിൻ നിഫ്റ്റി 166 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 779 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 59 പോയിന്റ് ലാഭത്തിലാണ് മിനിഞ്ഞാന്ന് ക്ലോസ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉള്ളത്. നമുക്കിപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഡേ ആണ്. എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു മന്ത്ലി പിവേർട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കയറി വന്ന് കഴിഞ്ഞ മാസത്തെ ഹൈ ടച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം ഓൾറെഡി ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. നിങ്ങളിവിടെ ഇതിൻ്റെ ഹൈ ഇവിടെ വരെ വന്നിട്ടുണ്ട്. പുൾ ബാക്ക് എടുത്തു, വീണ്ടും ആ ലെവലിലേക്ക് വന്നു. അത്രയും പോയില്ല, പ്രീവിയസ് സൈഡ് അത്രയും പോയില്ല, പക്ഷെ തിരിച്ചിറങ്ങി വന്നു. CPR സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെരിഞ്ഞ വരയാണ്. ഓക്കെ, അതേപോലെ താഴേന്ന് നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരു ചെരിഞ്ഞ വരയാണ്. ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ഈ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഈ താഴെ നിന്നൊരു ലൈൻ എടുത്തിട്ട് ഇവിടത്തേക്കും വരച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത. ഇത് ബൈ ഡയറക്ഷനിലാണ്, എങ്ങോട്ടും പോവാട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള ഈ കറൻറ്റ് പോയിന്റിൽ നിന്നും റിജക്ഷൻ വന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഫർദർ ഫോള്, അതായത് CPR വരും, നോ ട്രേഡ് സോൺ വരെയും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ ആകെയുള്ള ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ആവുന്നത് പ്രീവിയസ് മന്തിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോഴാണ്. 11,029 പ്രീവിയസ് മന്തിൻ്റെ ഹൈ വന്നിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ബുള്ളിഷാണ് എന്ന് തന്നെ പറയാം. ഇനി ഇന്നത്തെ ഒരു ലെവൽസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് വരച്ച് ചേർക്കാൻ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ലൈൻസ് വരക്കേണ്ടത്, സേവ് ചെയ്യേണ്ടതെന്നും അതുപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അറിയാത്തവരൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലെവൽസിൽ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് ഭയങ്കര റേഞ്ച് ബോണ്ടായിരുന്നു മൂവ്മെൻറ്റ്. സോ അതായത് ഞാൻ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസ് ബേസ്ഡ് ആണ്. സോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആ സമയത്തേക്ക് നമുക്ക് നോക്കാം. റാസ് ലെവൽസ് പറയുന്നത് നമ്മളോട് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ. അതായത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ്, ഒരു ഹയർ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് തരും എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് തിരിച്ച് മുകളിലേക്ക് കയറിയേക്കാം. ചെറിയ റേഞ്ചാണ് തന്നിരിക്കുന്നത്, ഒരുപാട് വലിയതാണ്. നോ ട്രേഡ് സോണിൽ നിന്നും മുകളിലോട്ടായിട്ടാണ് CPR നിൽക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി അതും പറയുന്നത് മാർക്കറ്റിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയാണ്. ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ള 11,036 ഇവിടെ നമ്മൾ കണ്ടത്. പ്രീവിയസ് മന്തിൻ്റെ ഹൈ എന്ന് പറയുന്നത് 11,029. ഓൾമോസ്റ്റ് ആ രണ്ട് ലെവൽസും നല്ല രീതിയിൽ മാച്ചായി വരുന്നുണ്ട്. സോ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നാണ്. ഇനിയിപ്പോൾ ഹയർ സൈഡിലേക്ക് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും 11,091 ഒരു മാക്സിമം ലെവൽ. അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നോ ട്രേഡ് സോൺ വരെയും
അത് വന്ന് അവിടെ ഒരു കൺസൾട്ടേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻ കേസ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഇന്ന് മിക്കവാറും ഓപ്പൺ ആവാൻ പോകുന്നത് 10,911 ആ ലെവലിലാണെങ്കിൽ നോ ട്രേഡ് സോണിലേക്ക് കയറിയിട്ട് മാർക്കറ്റ് കൺസൾട്ടേഷനിലാവും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർലി ഒരു എൻട്രി കിട്ടുക. അത് ആ സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. മോറോവർ ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ട് പറയുമ്പോൾ ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. മാർക്കറ്റ് എങ്ങോട്ടും പോകാം, മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ്, മാർക്കറ്റാണ് സുപ്രീം. അത് ബാക്കിയുള്ള ടെക്നിക്കൽസൊക്കെ അത് നടന്ന വഴിയിലൂടെ വന്നിട്ട് ഏകദേശം ഊഹിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്, പ്രിഡിക്ഷൻ അല്ലെങ്കിൽ അനാലിസിസ് ഒക്കെ. അപ്പോൾ അത് രണ്ടാമതായിട്ട് വയ്ക്കുക. മാർക്കറ്റിന് മെയിൻലി അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതാണ് അതിൻ്റെ ആക്ച്വൽ. സോ അതിൻ്റെ കൂടെ നിന്ന് പോവുക. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കോൾ സൈഡിലേക്ക് എൻട്രി എടുത്ത് പ്രോഫിറ്റബിൾ ആവുക. ലെവൽസ് ഇവിടെ തന്നിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഈ ലെവൽസിന് കൃത്യമായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് പിടിച്ചോളുക. ഓൾറൈറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.